Good morning, dear students. എല്ലാവർക്കും ഹൃദ്യമായ പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളുടെ +2 2021 മാത്തമാറ്റിക്സ് എക്സാമിനേഷനിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ്. നിങ്ങളുടെ സിലബസിൽ നിന്നും ഈ വർഷം 2021 എക്സാമിനേഷനിൽ ഒറ്റ ടോപ്പിക് പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഓരോ ചാപ്റ്ററിലും നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ സെക്ഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. ആ NCERT സെക്ഷൻ്റെ നിങ്ങൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ വർഷം നിങ്ങൾ പഠിക്കേണ്ടാത്തതായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പറയാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ഈ വർഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ 2 ടോപ്പിക്സ് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ഒന്ന് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്, അതായത് 1 ഫംഗ്ഷൻ, ഓൺ 2 ഫംഗ്ഷൻ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ, ഇതൊക്കെ. രണ്ടാമത്തെ ടോപ്പിക്ക് 1.4 ആണ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, അതായത് F കോമ്പോസിഷൻ, G കോമ്പോസിഷൻ, F ഇൻവേഴ്സ്, ഇതൊക്കെ. ഈ 2 ടോപ്പിക്സുമാണ് നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. 1.3ഉം 1.4ഉം, അതായത് ടൈപ്സ് ഓഫ് റിലേഷൻസും റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻസ്, അതും ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കും നിങ്ങൾ എക്സാമിനേഷന് പഠിക്കേണ്ടതില്ല. ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇതിൽ സെക്ഷൻ 2.3 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2, ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കുറേ ഇക്വേഷൻസ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻസും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും മാത്രം പഠിച്ചാൽ മതി ഈ ചാപ്റ്ററിൽ. അടുത്ത ചാപ്റ്റർ 3 മെട്രീസസ്. അതിൽ 3.2 മെട്രീസസ്, 3.3 ടൈപ്സ് ഓഫ് മെട്രീസസ്, 3.4 ഓപ്പറേഷൻസ് ഓൺ മെട്രീസസ്, 3.5 ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, 3.6 സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രീസസ്. ഇത്രയുമാണ് പഠിക്കേണ്ടത്. അതായത് ഈ ചാപ്റ്ററിലെ എലിമെൻ്ററി ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് എലിമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് എ മെട്രിക്സ്, ഇൻവേർട്ടിബിൾ മെട്രീസസ്, ദാറ്റ് ഈസ് ഇൻവേഴ്സ് ബൈ യൂസിങ് എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ്, ഈ ടോപ്പിക്സ് ഒന്നും പഠിക്കേണ്ടതില്ല. അടുത്തത് ചാപ്റ്റർ 4 ഡിറ്റർമിനൻറ്റ്സ്. അതിൽ 4.2 ഡിറ്റർമിനൻറ്റ്, 4.5 മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്, 4.6 അഡ്ജോയിൻറ്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, 4.7 ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് ആൻഡ് മെട്രീസസ്. ഇത്രയും ടോപ്പിക്സാണ് പഠിക്കേണ്ടത്. അതായത് 4.3ഉം 4.4ഉം പഠിക്കേണ്ടതില്ല. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ്, അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ 2 ടോപ്പിക്സും ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതില്ല. അടുത്ത കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, ചാപ്റ്റർ 5. ഇത് വലിയൊരു ചാപ്റ്റർ ആയിരുന്നു, പക്ഷേ അതിൽ കുറേ പോർഷൻസ് നിങ്ങൾ പഠിക്കേണ്ടതില്ല. വളരെ ചെറിയൊരു ചാപ്റ്റർ ആക്കേണ്ടത്. അതായത് 5.2 കണ്ടിന്യൂറ്റി, 5.3 ഡിഫറൻഷ്യബിലിറ്റി, 5.8 മീൻ വാല്യൂ തിയറംസ്, അതായത് റോൾസ് തിയറം, ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. ഇതാണ് മീൻ വാല്യൂ തിയറം 5.8 എന്ന് പറയുന്നത്. ഈ 3 ടോപ്പിക്സ് മാത്രമേ ഇതിൽ പഠിക്കേണ്ടതുള്ളൂ. അതായത് എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗറിതമിക് ഫങ്ഷൻസ്, ലോഗറിതമിക് ഡിഫറൻസിയേഷൻ, ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് d²y/dx², ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കേണ്ടതില്ല. അടുത്ത ചാപ്റ്റർ 6 ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിൽ ആകെ ഡെറിവേറ്റീവ്സിൻ്റെ 5 ആപ്ലിക്കേഷൻസ് ആയിരുന്നു നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ 3 എണ്ണം മാത്രം പഠിച്ചാൽ മതി. അതായത് 6.2 റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, 6.3 ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്, 6.4 ടാൻജൻസ് ആൻഡ് നോർമൽസ്. ഈ 3 ആപ്ലിക്കേഷൻസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. അതായത് 6.6 അപ്രോക്സിമേഷൻസ്, 6.5 അപ്രോക്സിമേഷൻസ്, 6.6 മാക്സിമ ആൻഡ് മിനിമ, ഈ 2 ആപ്ലിക്കേഷൻസും പഠിക്കേണ്ടതില്ല. അടുത്ത ചാപ്റ്റർ 7 ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും രണ്ടും കൂടെ ഉൾക്കൊള്ളുന്ന വലിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇൻ്റഗ്രൽസ്. പക്ഷേ അതിലാകെ 3 ടോപ്പിക്സ് മാത്രമേ നിങ്ങൾക്ക്
പഠിച്ചാൽ മതി. അതായത് 7.3-ൽ 1 ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ അതായത് മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ആകെ ഒറ്റൊന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. 7.3-ൽ 1 ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇൻ്റഗ്രേഷൻ ആസ് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഈ 3 ടോപ്പിക്കും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 7.4 ഇൻ്റഗ്രേഷൻ ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ്, അതായത് ഇൻ്റഗ്രൽ 1/x² + a², ഇൻ്റഗ്രൽ 1/√x² - a², അങ്ങനെയുള്ളൊരു 6 ടൈപ്പ് ഇൻ്റഗ്രൽസ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുപോലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, അത് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ 8 ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. അതിൽ ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്, അതായത് സെക്ഷൻ 8.2, അത് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കേണ്ടതില്ല. അതായത് 2 കർവിനിടയിലുള്ള ഏരിയ കാണുന്ന ആ ടോപ്പിക്ക് വേണ്ട. അടുത്ത ചാപ്റ്റർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിലാകെ 2 ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. 9.2 ബേസിക്സ്, അതായത് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതാണ് 9.2-ൽ വരുന്നത്. അതും പിന്നെ 9.5-ൽ 1 ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ, അതായത് മെത്തേഡ്സ് ഓഫ് സോൾവിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വേരിയബിൾ സെപ്പറബിൾ ഫോം മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ജനറൽ ആൻഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ, ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത്രയും ഈ 4 ടോപ്പിക്സും പഠിക്കേണ്ടതില്ല. അടുത്ത ചാപ്റ്റർ 10 വെക്റ്റർ ആൾജിബ്ര. വെക്റ്റർ ആൾജിബ്രയിൽ ആകെ 3 ടോപ്പിക്സേ പഠിക്കാനുള്ളൂ. 10.4, 10.5, 10.6. ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്, multiplication of vectors by a scalar, product of vectors, that is dot product and cross product. ഈ 3 സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതായത് പൊസിഷൻ വെക്ടർ, ഡയറക്ഷൻ, റേഷ്യോസ്, ഡയറക്ഷൻ, കൊസൈൻസ്, ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, പ്രൊഡക്ട്സ് ഓഫ് വെക്ടേഴ്സിൽ തന്നെ സ്കാലാർ, ട്രിപ്പിൾ പ്രോഡക്റ്റ്, ഈ ടോപ്പിക്സ് ഒന്നും പഠിക്കേണ്ടതില്ല. അടുത്ത 3 ഡയമെൻഷണൽ ജോമെട്രി. ഈ ചാപ്റ്ററിൽ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 11.3 ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്, 11.5.1 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്, ഈ 2 ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. അതായത് ഡയറക്ഷൻ, റേഷ്യോസ്, ഡയറക്ഷൻ, കൊസൈൻസ്, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, ഇതൊന്നും വേണ്ട. ഇനി പ്ലെയിനിൻ്റെ ടോപ്പിക്കിൽ 11.6-ൽ 2 ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിൻറ്റ്. അതുപോലെ 11.6-ൽ 3 ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ത്രൂ 3 നോൺ കോപ്ലനാർ പോയിൻറ്റ്സ്. ഈ 2 ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി പ്ലെയിനിൽ. 2 ഫോം മാത്രം പഠിച്ചാൽ മതി. ആകെ ഒരു 5 ഫോമോളം പഠിക്കാനുണ്ടായിരുന്നു, അതിൽ 2 എണ്ണം മാത്രം പഠിച്ചാൽ മതി. ചാപ്റ്റർ 12 ലീനിയർ പ്രോഗ്രാമിംഗ്. ഇതിലാകെ ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ, ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ സോൾവിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതായത് 12.2-ൽ 2. ബാക്കിയൊന്നും വേണ്ട, ഗ്രാഫിക്കൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ 13 പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ വളരെ ചെറുതാക്കിയിട്ടുണ്ട്. ഇതിലാകെ 2 ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. 13.2 കണ്ടീഷണൽ പ്രോബബിലിറ്റിയും 13.4 ഇൻഡിപെൻഡൻറ്റ് ഇവൻസും, ഇത് 2 മാത്രം പഠിച്ചാൽ മതി. അതായത് ബേസ് തിയറം, റാൻഡം വേരിയബിൾസ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഈ ടോപ്പിക്സ് ഒന്നും വേണ്ട.